ആദ്യം ശ്രീ മോഹൻ വർഗീസ്. ഷഹീദ് അഫ്രീദി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടരെ ഇന്ത്യക്കെതിരായിട്ട് വർത്തമാനം പറയുന്നയാളാണ്. ഓപ്പറേഷൻ സിന്ദൂരിനെ പരിഹസിച്ചയാളാണ്. അഫ്രീദിയെ ഒരു വേദിയിൽ വിളിച്ചു വരുത്തി ആദരിക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധത തന്നെയല്ലേ? കേവലം യാദൃച്ഛികം എന്ന് പ്രഥമദൃഷ്ട്യാ തോന്നാവുന്നതും എന്നാൽ ഒന്നുകൂടി ആഴത്തിൽ ആലോചിക്കുമ്പോൾ അതിൽ ഇന്ത്യ വിരുദ്ധത ഉൾപ്പെടുന്നതുമായ ഒരു എപ്പിസോഡാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രീ മഞ്ജുഷ്, ഒരു ഔചിത്യ ബോധം എന്നൊരു കാര്യമുണ്ട്. ആരാണ് ഷാഹിദ് അഫ്രീദി എന്നും അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസ്താവനകൾ, ഇന്ത്യ വിരുദ്ധമായ പ്രസ്താവനകൾ എന്ത് എന്നും അറിയാൻ വയ്യാത്ത ആളുകളല്ല ക്യൂബായുടെ ആളുകൾ. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അസോസിയേഷൻ, അലുമിനി അസോസിയേഷൻ, അതിൻ്റെ ആളുകൾ നല്ല എക്സ്പോഷറുള്ള ആളുകളാണ്. അവർക്ക് അഫ്രീദി ആരാണെന്നറിയാം, അഫ്രീദിയുടെ ക്രിക്കറ്റിംഗ് പാസ്റ്റ് എന്താണെന്നറിയാം. അതുമാത്രമല്ല, അഫ്രീദി അടുത്ത കാലത്ത് നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധമായ, ഇന്ത്യ റെഡിക്യൂൾ ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തിയ ഒരു ചരിത്രവും അറിയാതെയല്ല. സമീപകാല സംഭവങ്ങളാണ്. ഇപ്പോഴും അഫ്രീദി ഇന്ത്യയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓപ്പറേഷൻ സിന്ദൂരിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ എല്ലാം മറന്ന് സെലിബ്രിറ്റിയെ തോളിൽ വെച്ച് നടക്കുന്ന മലയാളിയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ മറുനാടൻ മലയാളികൾ ചിലരെങ്കിലും, എല്ലാവരുടെയുമല്ല ചിലരുടെയെങ്കിലും ആ സ്വഭാവം, അതെത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇത് പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ ചിലത് ആഘോഷിക്കുകയാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ പാകിസ്ഥാന്റെ നിലപാടിനെ ഇന്ത്യൻ സമൂഹം അംഗീകരിച്ചു. അതായത് സർക്കാർ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി, ഇന്ത്യയുടെ സർക്കാർ എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായാണ് ഇന്ത്യൻ സമൂഹം പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടുത്തെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഷഹീദ് അഫ്രീദി ഇന്ത്യക്കെതിരെ പറയുമ്പോൾ, ആ അഫ്രീദിയെ വിളിച്ചു വരുത്തി സ്വീകരിച്ച് ആനയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ സമൂഹം അഫ്രീദിയെ അംഗീകരിച്ചു, പാകിസ്ഥാനെ അംഗീകരിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതേ രീതിയിലുള്ള വാർത്തകളാണ് പാക് മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നറേറ്റീവാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു നറേറ്റീവ് കൊടുക്കുന്നുണ്ട്, അത് അഫ്രീദി തന്നെ കൊടുക്കുന്നതാണ്. ഇന്ത്യ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെയാണ്, പക്ഷേ കേരളം അങ്ങനെയല്ല. അപ്പോൾ കേരളത്തെ മാത്രം മാറ്റി നിർത്തി കേരള സമൂഹം, പക്ഷേ മൊത്തത്തിൽ മാധ്യമങ്ങൾ ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒരു ഭാഗമാണല്ലോ കേരളം സംസ്ഥാനം. ആ സംസ്ഥാനത്തെ ഒരു സംഘടന, ഒരു അലുമിനി, ഒരു യൂണിവേഴ്സിറ്റിയുടെ അലുമിനി ഓർഗനൈസേഷൻ, അതിലെ തന്നെ ദുബായ് ചാപ്റ്റർ, പക്ഷേ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അസോസിയേഷൻ കുസാറ്റിന്റെ അണ്ടറിൽ ഇല്ല. കുസാറ്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അലുമിനി അസോസിയേഷൻ അല്ല എന്ന് അല്പസമയം മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. അത് മാത്രമല്ല, ഈ സംഘടനയുടെ ഭാഗത്ത് നിന്ന് തലയും മാലുമൊന്നും ഇല്ലാത്തൊരു പ്രസ്താവന വന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇത് മനഃപൂർവ്വം ചെയ്തതല്ല, 25-ാം തീയതി നടന്നൊരു ചടങ്ങാണ്, അതിങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, ക്ഷണം ഞങ്ങൾ ഔപചാരികമായി കൊടുത്തതല്ല. ക്ഷണം ഔപചാരികമായി കൊടുത്താലും ഇല്ലെങ്കിലും ഷാഹിദ് അഫ്രീദി, അതുപോലെ ഉമർ ഗുൽ, ഈ രണ്ടുപേരും അറിയാൻ വയ്യാത്തവരല്ലോ, ഇവർക്കെല്ലാം അറിയാവുന്നവരാണ്. അവർ വന്നപ്പോൾ എത്രയോ ആവേശമായിരുന്നു അവിടെ. ഉടനെ മൈക്ക് കൈമാറുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു, വേദിയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ആകെ ഒരു മേളമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് ചെന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർ ചെല്ലുമ്പോൾ, അവിടെ പാകിസ്ഥാൻകാരെന്നോ ഇന്ത്യക്കാരെന്നോ വ്യത്യാസമൊന്നുമില്ല, അവർക്ക് അവിടെ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത് അമേരിക്കയല്ലെന്ന് ഓർക്കണം. അമേരിക്കയിൽ ചെല്ലുന്നവർ പലരും അവിടെ പൗരത്വം എടുത്ത് അമേരിക്കൻ സിറ്റിസൺസ് ആകുന്നവരാണ്. അവർ ചെയ്യുന്നത് പോലെയല്ല, ഇന്ത്യൻ പൗരത്വം നിലനിർത്തിക്കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE-യിൽ, ദുബായിൽ ചെല്ലുന്നവർ, അവർ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. അവിടെ ഇന്ത്യ എടുക്കുന്ന ചില നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ മുറിവ്, പഹൽഗാമിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന് ഓർക്കണം. ഇപ്പോൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ലോക രാജ്യങ്ങളെ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പാക് ഭീകരത ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഇന്ത്യക്കാരായ ആളുകൾ അവിടെ ദുബായിൽ ഇന്ത്യ വിരുദ്ധത മാത്രം ആയുധമാക്കുന്ന, വിഷം തുപ്പുന്ന ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയത്. ഇതൊരിക്കലും